പ്രിയമുള്ളവരെ, കുറച്ച് നാളായിട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മുനമ്പത്തെ വിഷയം. മുനമ്പത്തെ വിഷയത്തെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ സംസാരിക്കാമെന്ന് പുലിമുരുകൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും മുനമ്പത്തെ പറ്റി പറയുമ്പോൾ തന്നെ അവിടെ കോൺഗ്രസ്സാണ് ഇപ്പോൾ ഭരിക്കുന്നത്. കോൺഗ്രസ്സാണ് അവിടുത്തെ MP. പിന്നെ MLA എനിക്ക് തോന്നുന്നത് LDFൻ്റെ MLA ആണെന്ന് തോന്നുന്നു. ഏതായാലും മുനമ്പത്ത് കോൺഗ്രസ് ഒരിക്കലും അവിടുത്തെ ലത്തീൻ കത്തോലിക്കരോടൊപ്പം നിൽക്കും എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് ആ കാര്യത്തിലൊന്നും പറയാനുമില്ല. കോൺഗ്രസ്സിന് സാധിക്കില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. മറ്റേ വഖഫ് ബോർഡ് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. കോൺഗ്രസ് ഒരിക്കലും അവരെ ചേർത്ത് പിടിക്കുകയില്ല. LDFൻ്റെ കാര്യം പറയുകയാണെങ്കിൽ LDF കുറച്ചൊക്കെ എന്തിനൊക്കെ ചെയ്യാനൊക്കെ നോക്കും. എന്തിനൊക്കെ അവർ വഖഫിൻ്റെ നിയമം അല്ലെങ്കിൽ വിധിയോ എല്ലാം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യാൻ നോക്കും. എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അവരും അധികം അങ്ങ് പോകും. അല്ലെങ്കിൽ വഖഫിൻ്റെ ഭൂമിയൊന്നും അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കത്തില്ല. LDF ആണ് ഭരിക്കുന്നതെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ലൈഫ് വഴി അവർക്ക് തന്നെ വീട് കൊടുക്കാൻ നോക്കും. അത്രയേ ഉള്ളൂ. ഇതെല്ലാം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി BJP ആണ് വരുന്നതെങ്കിലോ, BJP വന്നാലും വേറൊന്നും ചെയ്യില്ല. പക്ഷേ അവർക്ക് ബില്ലുകൾ കൊണ്ടുവരാം. ബില്ലുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ ബില്ലുകളും നിയമങ്ങളും അവർക്ക് മാറ്റിയും ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ അവർക്ക് ഈ വഖഫ് ഭൂമിയുടെ നിയമം മാറിപ്പോവുകയും അവിടുത്തെ മിനിമംകാർക്ക് അവരുടെ ഭൂമിയിൽ താമസിക്കുകയും ചെയ്യാം. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരമ്പരാഗതമായിട്ട് LDFന് വോട്ട് ചെയ്യുന്ന UDFന് വോട്ട് ചെയ്യുന്നവരാണ് ലത്തീൻ കത്തോലിക്ക്. അപ്പോൾ ശ്രദ്ധിച്ച് ഒക്കെ വോട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കഴുതകളായി മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഏത് വിഷയം ആയാലും ചിലപ്പോൾ UDF എന്തിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ രണ്ട് കമ്മ്യൂണിറ്റി തമ്മിലുള്ള വിഷയങ്ങളാകുമ്പോൾ അവർ നിസ്സഹായരാണ് എന്ന് മനസ്സിലാക്കുക. ഏത് കാര്യത്തിലായാലും.